എന്താണ് ഈ നവീകരണ സമിതി കേസ്? നവീകരണ സമിതി കേസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പുറത്തു പോയവരെ തിരിച്ചു കൊണ്ടുവരണമെന്നും അവരുടെ മക്കളെയും കോട്ടയം രൂപതയ്ക്ക് അംഗങ്ങളാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ആദ്യം ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. 1950-കളിൽ ഉണ്ടായിട്ടുള്ള ഒരു സൈഫുദ്ദീൻ സോസ് എന്ന സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്. ബിജുപുതുപ്പിന്റെ വിവാഹത്തിനുള്ള വിവാഹക്കുറി കൊടുത്തില്ല. അതിനെതിരെ ബിജുപുതുപ്പ് സഭാധികാരികൾക്ക് പരാതി കൊടുത്തിരുന്നു. നവീകരണ സമിതി കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ജ്ഞാനായ സമുദായത്തിനെതിരായും കോട്ടയം അതിരൂപത നേതൃത്വത്തിനെതിരായും ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ സന്ദേശങ്ങൾ പുറത്തുവിട്ട് സമുദായ അംഗങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഈ അവസരത്തിൽ കോട്ടയം അതിരൂപത അംഗവും അതിരൂപതയുമായി ആദ്യം മുതലേ കേസുകളിൽ സജീവ പങ്കാളിയും കോട്ടയം അതിരൂപത ലീഗൽ സെൽ അംഗവും ഇപ്പോൾ സീറോ മലബാർ സഭയുടെ വക്താവുമായ അഡ്വക്കേറ്റ് അജി കോയിക്കൽ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം സാർ. സാർ, നമ്മുടെ വിശ്വാസികൾക്കിടയിൽ എസ്പെഷ്യലി നമ്മുടെ ജ്ഞാനായക്കാർക്കിടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് നവീകരണ സമിതി കേസ്. ശരിക്കും എന്താണ് ഈ നവീകരണ സമിതി കേസ്? നവീകരണ സമിതി കേസ് എന്ന് പറഞ്ഞാൽ കോട്ടയം രൂപതയിൽ നിന്ന് മാറിക്കെട്ടിയ ചില ആളുകൾ കൂടി നവീകരണ സമിതി, ജ്ഞാനായ നവീകരണ സമിതി എന്നൊരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ അടിസ്ഥാനത്തിൽ അവർ കോട്ടയം രൂപതയിൽ മാറിക്കെട്ടിയ ആളുകളെ നിലനിർത്തണമെന്നും മാറിക്കെട്ടി പുറത്തു പോയവരെ തിരിച്ചു കൊണ്ടുവരണമെന്നും അവരുടെ മക്കളെയും കോട്ടയം രൂപതയ്ക്ക് അംഗങ്ങളാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ആദ്യം ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ആ വക്കീൽ നോട്ടീസിന് കൃത്യമായ മറുപടി രൂപതാ നേതൃത്വം കൊടുത്തിരുന്നു. കോട്ടയം രൂപതയിൽ നിന്ന് ആരും ഇതുവരെ കല്യാണത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടിട്ടില്ല എന്നും അങ്ങനെ ആരെയെങ്കിലും പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചൂണ്ടിക്കാണിക്കാനെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിരുന്നു. അതിന് അവർ പുറത്താക്കിയ ആരുടെയും പേര് അവർക്ക് നൽകുവാൻ സാധിച്ചില്ല. വീണ്ടും അതേ കാരണങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ഒരു മറുപടി നൽകി. അതിനുശേഷം വീണ്ടും രൂപത മറുപടി കൊടുത്തു. വീണ്ടും നിങ്ങളോട് പറയുന്നു, ആരെയെങ്കിലും പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചൂണ്ടിക്കാണിക്കുക. അതിനവർ മറുപടി നൽകാതെ അവർ 2015 കോട്ടയം സബ് കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയായിരുന്നു ഉണ്ടായത്. അതായത് ജ്ഞാനായക്കാരനായിട്ടുള്ളൊരു വ്യക്തി ജ്ഞാനായക്കാരനല്ലാത്ത ഒരു കത്തോലിക്കനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് ജ്ഞാനായക്കാരുടെ വിവാഹം നടക്കുന്നത് പോലെ തന്നെ കോട്ടയം അതിരൂപതയുടെ പള്ളികളിൽ വെച്ച് വിവാഹം നടത്തണമെന്നും ജ്ഞാനായ ഇതര പങ്കാളിയെ കോട്ടയം രൂപതയിൽ അംഗമാക്കണമെന്നും ഈ ജ്ഞാനായക്കാരനും ജ്ഞാനായ ഇതര പങ്കാളിക്കും ഉണ്ടാകുന്ന കുട്ടികളെയും കോട്ടയം രൂപതയിൽ അംഗമാക്കി കിട്ടണമെന്നും പറഞ്ഞ് അവരൊരു കേസ് കൊടുത്തു. ഇതാണ് നവീകരണ സമിതിയെക്കുറിച്ചുള്ള രത്നച്ചുരുക്കം. അപ്പം ഈ നവീകരണ സമിതി കേസ് ആണോ ആദ്യമായിട്ട് ഈ സമുദായത്തിനെതിരെ ഉണ്ടാകുന്ന ഒരു കേസ്? അല്ല, നവീകരണ സമിതി കേസല്ല. അതിനു മുൻപ് 1989 ബിജുപുതുപ്പ് കേസ് എന്ന് പറഞ്ഞൊരു കേസ് കൂടെ ഉണ്ട്. അതായത് ബിജുപുതുപ്പ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അമ്മ ജ്ഞാനായക്കാരത്തി അല്ലായിരുന്നു. അങ്ങനെ ജ്ഞാനായക്കാരത്തി അല്ലായിരുന്നുവെങ്കിലും അവർ ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് കിഴക്കേ നട്ടാശ്ശേരി പള്ളിയിൽ ഇടവക അംഗമായി തുടർന്നു. അതിനുശേഷം ബിജുപുതുപ്പിൻ്റെ വിവാഹം വന്നു കഴിഞ്ഞപ്പോൾ രൂപതയിൽ ഒരു പരാതി കിട്ടിയിരുന്നു. ഈ ബിജുപുതുപ്പ് ജ്ഞാനായക്കാരനല്ലായിരുന്നുവെന്നും അദ്ദേഹത്തിന് ജ്ഞാനായക്കാരനല്ലാത്തത് കൊണ്ട് കോട്ടയം രൂപതയിൽ നിന്ന് പുറത്താക്കണമെന്നും പറഞ്ഞുകൊണ്ടൊരു പരാതി കിട്ടിയിരുന്നു. അതിനെ തുടർന്ന് ബിജുപുതുപ്പിൻ്റെ വിവാഹത്തിനുള്ള വിവാഹക്കുറി കൊടുത്തില്ല. അതിനെതിരെ ബിജുപുതുപ്പ് സഭാധികാരികൾക്ക് പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം ബിജുപുതുപ്പ് കോട്ടയം മുൻസിഫ് കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. അതാണ് ആദ്യമായിട്ട് രൂപതയ്ക്കെതിരെ ഉണ്ടായ ഒരു കേസ്. ആ കേസ് രൂപതയ്ക്കെതിരെ മുൻസിഫ് കോടതി വിധിച്ചു. അതിനെതിരെ രൂപത അപ്പീൽ പോയിരുന്നു. അപ്പീലും രൂപതയ്ക്കെതിരെ വിധിച്ചു. അതിനുശേഷം ഹൈക്കോടതിയിൽ പോയിരുന്നു. ഹൈക്കോടതിയും രൂപതയ്ക്കെതിരെ വിധിച്ചു. അങ്ങനെ ഇരിക്കെ ചെയ്ത് ഹൈക്കോടതിയിൽ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. കാര്യം സഭയെ പ്രോപ്പറായിട്ട് കക്ഷി ചേർത്തിട്ടില്ല, അതുകൊണ്ട് സഭയ്ക്കെതിരെ വിധി നിൽക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരുന്നു. അപ്പം സഭയ്ക്കെതിരെ കോമൺ ആയിട്ട് ജഡ്ജ്മെൻറ്റ് നിൽക്കില്ല. പക്ഷേ ബിജുപുതുപ്പിൻ്റെ കാര്യത്തിൽ ഈ വിധി ബാധകമാണെന്നുള്ള നിലയിലാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. അതിനെതിരെ സുപ്രീം കോടതി പോയിരുന്നു. സുപ്രീം കോടതി ഒരു ടെക്നിക്കൽ ഗ്രൗണ്ടിൽ ആ വിധി റദ്ദാക്കുകയും ഹൈക്കോടതിയിലേക്ക് വീണ്ടും വാദം കേൾക്കാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഈ ബിജുപുതുപ്പിൻ്റെ കേസും ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതി തിരിച്ചുവിട്ട കേസും ഈ നവീകരണ സമിതി കേസും ഒന്നിച്ചാണ് ഹൈക്കോടതി വാദം കേട്ടത്.